നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളെ എന്തിനെ പറ്റി പഠിക്കുകയാണ്? കേരള പോലീസ് ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ആദ്യമേ എടുക്കാൻ കാരണം എന്താണ്? April 16 എന്ത് വരുന്നുണ്ട്? നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം വരുന്നുണ്ട്. നമ്മൾ പറയുന്ന ഈ ടോപ്പിക്കൽ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എന്ത് കിട്ടും? കുറച്ച് സമയം കിട്ടും. നമ്മൾ അതിന് വേണ്ടിയാണ് ആദ്യം എന്ത് പഠിക്കുന്നത്? ഈ പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്നത്. ബാക്കിയുള്ള സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, 20 മാർക്ക് എന്തുകൊണ്ട് നമുക്ക് വേറെയും സ്പെഷ്യൽ ടോപ്പിക് വരുന്നുണ്ടല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യും? CPOയ്ക്കും ബാക്കി പല സ്ഥലത്ത് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ മാത്രം വരുന്നത്, ഡ്രൈവറിന് വരുന്നത്. ഏകദേശം 30 മാർക്ക് ഇതിന് വരുന്നുണ്ട്. ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ആ ടോപ്പിക്കിലെ എല്ലാ മാർക്കും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചലഞ്ചർ നിങ്ങളോടൊപ്പം ഈ ടോപ്പിക്കിൽ ആദ്യമായി കവർ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന് നമ്മൾ 30 മാർക്കിൽ ഏകദേശം 25 മുകളിൽ മാർക്ക് എന്ത് ചെയ്യാൻ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? മോട്ടോർ വെഹിക്കിൾ ആക്ട് പഠിച്ചു, അതിന്റെ റൂൾസ് പഠിച്ചു, സെക്ഷൻസ് പഠിച്ചു, അതുപോലെ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് പഠിച്ചു. ഇങ്ങനെ കുറച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, ഇതിൽ ഏറ്റവും ടോപ്പിക് വരുന്നത് ഏതാണ്? ഈ പറയുന്ന സെക്ഷനിലാണ്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് ആണ്. 1989 സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് ടോപ്പിക് വരുന്നുണ്ട്. എന്ത് ചെയ്യാം? നമ്മൾ സമയം കളയുന്നില്ല, എന്റെ കൂടെ പഠിച്ചു പോകാൻ തുടങ്ങാം. നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്ന റൂൾ 3 എന്താണെന്ന് കേട്ടോ. നമ്മൾ ഇതിലെ റൂളാണ് ഈ പറയുന്ന പോലെ ഈ പറയുന്ന സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലെ കാര്യമാണ് പറയുന്നത്. അതിലെ സെക്ഷൻ അല്ലെങ്കിൽ റൂൾ 3 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു വ്യക്തി ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വാഹനം പരിശീലിക്കുമ്പോൾ എന്താണ്? വണ്ടി ഡ്രൈവിംഗ് ടെസ്റ്റ് നമുക്ക് എടുക്കാൻ പോവാണ്, ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിന് എന്ത് ചെയ്യണം? ലക്ഷ്യത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? വാഹനം പരിശീലിക്കാൻ പോകണം, വണ്ടി ഓടിച്ച് പഠിക്കാൻ പോകണം അല്ലേ? ആ സമയത്ത് അയാളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഓക്കെ, ഓർത്തിരിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ പലരും എന്ത് ചെയ്യും? ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ആദ്യം എന്താണ്? ലേണേഴ്സ് ലൈസൻസ് കൈവശം ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? ലേണേഴ്സ് ലൈസൻസ് കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ? ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. ലേണേഴ്സ് ലൈസൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? ഒരിക്കലും വണ്ടിയായിട്ട് എന്തെങ്കിലും പുറത്തിറങ്ങരുത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, സാധുവായ ലൈസൻസ് അല്ലെങ്കിൽ കൈവശമുള്ള ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ടാകേണ്ടതാണ്. നമുക്ക് മാത്രം ലൈസൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. എന്താണ്? ലൈസൻസ് ഉള്ള ഒരാൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ ഇൻസ്ട്രക്ടർ ആയിട്ട് കൂടെ ഉണ്ടാകണം. വാഹനം നിയന്ത്രിക്കാനും നിർത്തുവാനും കഴിയുന്ന വിധത്തിലായിരിക്കണം അദ്ദേഹം ഇരിക്കേണ്ടത്. അദ്ദേഹം എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ വാഹനം നിയന്ത്രിക്കാനും നിർത്തുവാനും കഴിയും. അദ്ദേഹത്തിന് വാഹനം നിയന്ത്രിക്കാനും പറ്റണം, അതുപോലെ എന്ത് ചെയ്യണം? വാഹനം നിർത്താനും പറ്റണം. നമ്മൾ കാറൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് നിന്നുണ്ട്, അപ്പുറത്തിരിക്കുന്ന ഇൻസ്ട്രക്ടറുടെ സ്ഥലത്ത് നിന്നുണ്ട് ഈ പറയുന്ന ബ്രേക്കും ക്ലച്ചൊക്കെ കാണും അല്ലെ? അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? വാഹനം നിയന്ത്രിക്കാനും നിർത്തുവാനും സാധിക്കണം. ഓക്കെ. അതുപോലെ വാഹനത്തിന്റെ മുൻവശത്തും പിൻവശത്തും L എന്ന ലെറ്റർ, ഇതാണ് L എന്ന ലെറ്റർ ചുവന്ന അക്ഷരത്തിൽ വെള്ളപ്രതലത്തിൽ പ്രദർശിപ്പിക്കണം. നല്ല ചോദ്യമാണ്. L എങ്ങനെയായിരിക്കണം പ്രദർശിപ്പിക്കേണ്ടത്? എങ്ങനെയാണ്? വെള്ളപ്രതലം ചുവപ്പ് ലെറ്റർ. തിരിച്ചു ചോദിക്കാം. എന്താണ്? L എന്ന് പറയുന്നത് വെള്ളയിൽ എഴുതിയിട്ട് ചുമന്ന പ്രതലമാണോ? അല്ല. എന്താണ്? L എന്ന് പറയുന്ന ലെറ്റർ ചുമന്ന അക്ഷരത്തിൽ എഴുതിയിട്ട് എന്താണ്? വെള്ളപ്രതലത്തിലായിരിക്കണം. ഇതുപോലെ ഈ വെള്ളപ്രതലത്തിൽ എന്താണ്? L എന്ന് എഴുതുന്ന പോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഇത് പറയാനുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക. ഒന്നെന്താണ്? ലേണേഴ്സ് ലൈസൻസ് ഉണ്ടായിരിക്കണം. വണ്ടി പഠിപ്പിക്കാൻ കൂടെ ആരുണ്ടായിരിക്കണം? ലൈസൻസ് ഉള്ള ആരുണ്ടായിരിക്കണം? ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റണം? വാഹനം നിയന്ത്രിക്കാനും നിർത്താനും പറ്റുന്ന വിധത്തിലായിരിക്കണം അദ്ദേഹം ഇരിക്കേണ്ടത്. അതുപോലെ എന്തുണ്ടായിരിക്കണം? L ഉണ്ടായിരിക്കണം. ചുവന്ന അക്ഷരത്തിൽ എഴുതിയ L ആയിരിക്കണം. എന്താണ്? പ്രതലം ഏതാണ്? ബാക്ക്ഗ്രൗണ്ട് ഏതാണ്? വെള്ളയായിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെയാണ്. എല്ലിന്റെ സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുമ്മാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എല്ല് ഒട്ടിക്കാൻ പറ്റത്തില്ല, കൊടുത്തിട്ടുണ്ട്. സമചതുരാകൃതിയിലുള്ള വെള്ള അക്ഷരം എന്താണ്? സമചതുരമായിരിക്കണം. 18 സെന്റിമീറ്റർ ഇങ്ങോട്ടോ, 18 സെന്റിമീറ്റർ ഇങ്ങോട്ടോ. അതെന്താണ്? സ്ക്വയർ ആണല്ലേ? സമചതുരാകൃതിയിലുള്ള വെള്ള പ്രതലത്തിലെ L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. ഓക്കെ. സമചതുരത്തിന് കുറഞ്ഞത് 18 സെന്റിമീറ്റർ എങ്കിലും നീളം ഉണ്ടായി. ഇതിന് എത്ര സെന്റിമീറ്റർ വേണം? 18 സെന്റിമീറ്റർ വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യില്ല? ചെറുതായിട്ടൊന്നും എല്ലാം എഴുതി ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യില്ല? നിങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല. പെറ്റി കിട്ടും. എത്രയാണ് വേണം? 18 സെന്റിമീറ്റർ. അതായത് ഈ പറയുന്ന വെള്ളപ്രതലത്തിന് എത്ര സെന്റിമീറ്റർ വേണം? 18 സെന്റിമീറ്റർ എങ്കിലും നീളം ഉണ്ടാകണം. L എന്ന ചുമന്ന ലെറ്ററിന് കുറഞ്ഞത്, ഈ പറയുന്ന L ഉണ്ടല്ലോ, ഈ Lന് കുറഞ്ഞത് എങ്ങനെയൊക്കെ നോക്കാം. ഒന്ന് ഉയരം 10 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. ഈ പറഞ്ഞ ഹൈറ്റ് എത്രയാണ്? 10 സെന്റിമീറ്റർ വേണം. വീതി എത്ര വേണം? 9 സെന്റിമീറ്റർ വീതി വേണം. അതുപോലെ എന്ത് വേണം? തിക്നെസ് എത്രയാണ്? കട്ടി എത്രയാണ്? 2 സെന്റിമീറ്റർ. ഇത് വരച്ച കാണത്തില്ല. 2 സെന്റിമീറ്റർ എന്ത് വേണം? നമുക്ക് തിക്നെസ്സും ഉണ്ടായിരിക്കണം. അപ്പം ചുമ്മാ എന്ത് ചെയ്യില്ല? എന്തെങ്കിലും ഒരു L ഒട്ടിച്ച് പുറത്തിറങ്ങരുത്, പോലീസ് പിടിക്കും, പെറ്റി കിട്ടും. അപ്പൊ ഓർത്തിരിക്കുക. എന്താണ് L ഒട്ടിക്കേണ്ട? ആദ്യം എന്താണ്? വെള്ളപ്രതലത്തിൽ L ചുമന്ന അക്ഷരത്തിൽ എഴുതി ഒട്ടിക്കണം. എത്ര സെന്റിമീറ്റർ വേണം വെള്ളപ്രതലത്തിന്? 18 മുകളിലോട്ടും 18 ഇങ്ങോട്ടും. സ്ക്വയർ ആണ്. Lന് എത്ര ഉയരം വേണം? 10 സെന്റിമീറ്റർ ഉയരം വേണം. 9 സെന്റിമീറ്റർ വീതി വേണം. 2 സെന്റിമീറ്റർ എന്തും വേണം? തിക്നെസ്സും വേണം. ഇതൊക്കെ പറയുന്ന ഏതിലാണ്? സെക്ഷൻ ഏതിലാണ് പറയുന്നത്? സെക്ഷൻ അല്ലെങ്കിൽ റൂൾ ഏതിലാണ്? 3യിലാണ് പറയുന്നത്. അപ്പൊ ലൈസൻസിനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ എന്താണ്? ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാളുടെ എന്താണ്? അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറയുന്ന സെക്ഷൻ അല്ലെങ്കിൽ റൂളാണ് ഇതെന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി റൂൾ 4 എന്താണ് നോക്കാം. അഡ്രസ്സും വയസ്സും തെളിയിക്കാനുള്ള രേഖകൾ ഏതൊക്കെയാണ്? നമുക്ക് എന്താണ്? നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ കുറച്ച് ഡോക്യുമെന്റ് കൊടുക്കേണ്ടി വരും അല്ലേ? നമ്മുടെ അഡ്രസ്സും വയസ്സും തെളിയിക്കാനുള്ള രേഖകൾ ഏതൊക്കെയായിട്ട് കണക്കാക്കുന്നു? ഏതൊക്കെ നോക്കാം. ഒന്ന് ആധാർ കാർഡ്, 2 ഇലക്ഷൻ ID, പാസ്പോർട്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടല്ലോ. ഇതെല്ലാം നമുക്ക് ഉണ്ടല്ലേ? അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോവാണ്, ഒരാൾ എടുക്കാൻ പോവാണ്. അയാളുടെ വയസ്സും തെളിയിക്കണം, അഡ്രസ്സും തെളിയിക്കണം അല്ലേ?
നമ്മളിപ്പം കേരളത്തിൽ നമ്മുടെ അഡ്രസ് ഏതാണോ അത് തെളിയിക്കണം. അതുപോലെ 20 വയസ്സായാലും എന്തെടുക്കാൻ പറ്റുള്ളൂ, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എടുക്കാൻ പറ്റുള്ളൂ. 18 വയസ്സിൽ എന്തെടുക്കാൻ പറ്റുള്ളൂ, സാധാ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. വയസ്സ് തെളിയിക്കണ്ടേ? അതിനെന്തുകൊണ്ട് കുറച്ച് രേഖകൾ കാണിക്കണം. ഒരു രേഖ ഇത് കാണിക്കാം, നമുക്ക് ആധാർ കാണിക്കാം, ഇല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാണിക്കാം, പാസ്പോർട്ട് കാണിക്കാം, ഇല്ലെങ്കിൽ ഇത് കാണിക്കാം, സ്കൂൾ സർട്ടിഫിക്കറ്റ് കാണിക്കാം, ഇല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാം, ലൈഫ് ഇൻഷുറൻസ് പോളിസി കാണിക്കാം, തദ്ദേശ സ്ഥാപനം, സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് ലഭിച്ച പേ സ്ലിപ്പ് നമുക്ക് എന്ത് ചെയ്യാം, കാണിക്കാം. അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഈ പറയുന്ന അഡ്രസ്സും വയസ്സും തെളിയിക്കാനായി രേഖകളായി കണക്കാക്കാം. ആധാർ കാർഡ്, ഇലക്ഷൻ ഐ ഡി, പാസ്പോർട്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജനറൽ സർട്ടിഫിക്കറ്റ്, ലൈഫ് ഇൻഷുറൻസ് പോളിസി, തദ്ദേശ സ്ഥാപനം അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് കിട്ടിയ എന്ത് മതി, പേ സ്ലിപ്പ് ആയാലും മതിയാകും. ഇതൊക്കെ പറയുന്ന സെക്ഷൻ ഏതാണ്? റൂൾ 4 ആണ്. റൂൾ 4-ലാണ് ഇതിനൊക്കെ പറ്റി പറയുന്നത്. ഓർത്തിരിക്കുക. റൂൾ 3 എന്താണ്? ഒരാളെ ലൈസൻസ് എടുക്കാൻ പോവുകയാണല്ലേ, ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന റൂൾ 3 ആണ്. റൂൾ 4 എന്നതിനെ പറ്റി പറയുന്നു, അഡ്രസ്സും വയസ്സും തെളിയിക്കുന്നതിനെ പറ്റി പറയുന്നു. ഓക്കെ, ഇതില്ലെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ പറയാനാണ്? ഈ പറഞ്ഞ കാര്യം, ഈ ഇത്രയും കാര്യങ്ങളല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, വയസ്സും അഡ്രസ്സും തെളിയിക്കാം. ഒന്നെന്താണ്, സിവിൽ സർജനിൽ ആരാണ് സിവിൽ സർജനിൽ കുറയാത്ത രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ നൽകുന്ന വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയാലും മതിയാവും. നമുക്ക് ഇപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ആണെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ്, ആരാണ് സിവിൽ സർജനിൽ കുറയാത്തയാണ്, സിവിൽ സർജനിൽ കുറയാത്ത രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ നൽകുന്ന വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മതിയാകും. ഓക്കെ, അതൊക്കെയാണ്. രണ്ടാമത് അല്ലെങ്കിൽ 9-ാമതാണ്, നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. വകുപ്പ് 28-ലെ എന്താണ്, ക്ലോസ് കെ പ്രകാരം സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കാവുന്ന രേഖകളോ, അതായത് എന്താണ്, ഏത് വകുപ്പ്? വകുപ്പ് 28 പ്രകാരം. അതിലേതാണ് ക്ലോസിലേത്? കെ പറയുന്ന സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കാവുന്ന രേഖകളോ ഉണ്ടെങ്കിൽ അത് ആയാലും മതി. അതാണ് വകുപ്പ് 28 പ്രകാരം ആരാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന രേഖകളോ ഉണ്ടെങ്കിൽ അതായാലും മതി. കെ പ്രകാരമാണ് കേട്ടോ. 28-ല് കെ പ്രകാരം ഉള്ളതായ രേഖകളായാലും എന്ത് ചെയ്യാം, നമുക്ക് അത് കാണിച്ചാലും മതിയാകും. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിദേശികളുടെ കാര്യത്തിൽ പ്രൂഫ് ഓഫ് റെസിഡൻസിന് പുറമെ പ്രൂഫ് ഓഫ് ലീഗൽ പ്രസൻസും കൂടി വേണം. അപ്പൊ ഇത് ചിലപ്പോൾ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഒരു വിദേശിയാണ്, ഒരാളെന്താണ്, വിദേശിയാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തൊക്കെ വേണം? ഒന്നുകിൽ എന്ത് വേണം, ഒന്നുകിലെന്നല്ല, പ്രൂഫ് ഓഫ് എന്ത് വേണം, റെസിഡൻസ് വേണം. അതിന് പുറമെ എന്തും വേണം, പ്രൂഫ് ഓഫ് ലീഗൽ പ്രസൻസും വേണം. ഈ 2 കാര്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായാലേ പറ്റുള്ളൂ കേട്ടോ. നല്ല ചോദ്യമാണ്. ഒരു വിദേശിയുടെ കാര്യത്തിലാണെങ്കിൽ വയസ്സോ അഡ്രസ്സോ തെളിയിക്കാൻ എന്തുണ്ടായിരിക്കണം അയാൾക്ക്? പ്രൂഫ് ഓഫ് റെസിഡൻസിന് ഉണ്ടായിരിക്കണം. അതുപോലെ എന്തും വേണം, അത് പ്ലസ് എന്തും വേണം, പ്രൂഫ് ഓഫ് ലീഗൽ പ്രസൻസും വേണം. ഈ പറയുന്ന 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ നമ്മൾ എന്തിനാണ്, റൂൾ 4-ലാണ് പറഞ്ഞത്. ഒരാൾ അഡ്രസ്സോ വയസ്സോ തെളിയിക്കാൻ താഴെ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ മതിയാവും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, ഒരാളുടെ വയസ്സും അല്ലെങ്കിൽ ഏതാണ് ഈ പറയുന്ന രേഖകളിൽ ഏതൊക്കെയാണ് ശരിയായ വയസ്സ് തെളിയിക്കാനും അഡ്രസ്സ് തെളിയിക്കാനും ഏതൊക്കെയാണ് ശരിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നവയെല്ലാം എന്താണ് നമുക്ക് ഉപയോഗിക്കാം. ഓർത്തിരിക്കുക കേട്ടോ, വായിച്ചു വിടുക, എന്തായാലും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇനി നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം, എന്നാൽ മതിയായ കാരണങ്ങളാൽ അപേക്ഷകന് മുകളിൽ സൂചിപ്പിച്ച രേഖകളൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ 10 കാര്യം ആർക്കില്ല, മുകളിൽ പറഞ്ഞ 10 കാര്യം ഒരാൾക്കില്ല. എന്നാൽ അപേക്ഷകൻ തന്റെ വയസ്സും വിലാസവും തെളിയിക്കുന്നതിനായി എന്ത് ചെയ്യണം, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ നോട്ടറി മുമ്പാകെ നടത്തിയ സത്യപ്രസ്താവന വേണം. എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ആൾക്കാർ മുമ്പിലാണ്. ഒന്നുകിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നോട്ടറി. ഇതിന് മുൻപ് പറഞ്ഞ എന്ത് വേണം, സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ സത്യപ്രസ്താവന ഉണ്ടെങ്കിൽ ലൈസൻസിങ് അതോറിറ്റി സ്വീകരിക്കാം. മുകളിൽ പറഞ്ഞ 10 കാര്യം ഒരാൾക്കില്ല, അയാൾക്ക് പക്ഷെ എന്ത് വേണം, ലൈസൻസ് വേണം. എങ്ങനെ കൊടുക്കാം, ഒന്നെങ്കിൽ എന്താണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ നോട്ടറി. ഇവരുടെ മുമ്പിൽ എന്ത് വേണം, നമ്മൾ ഒരാൾ നടത്തിയ സത്യപ്രസ്താവന എന്ത് ചെയ്യാം, നമുക്ക് സ്വീകരിക്കാം. ഇങ്ങനെയും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഈ പറഞ്ഞ അല്ലെങ്കിൽ ഒരാളുടെ വയസ്സോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ അഡ്രസ്സോ തെളിയിക്കാനായിട്ടുള്ള രേഖയായിട്ട് കണക്കാക്കാൻ പറഞ്ഞു. ഈ പറഞ്ഞ 11 കാര്യങ്ങളും എന്താണ്, ഈ പറഞ്ഞ രേഖകളാണ്. അപ്പൊ ഇതിൽ നിന്ന് വേണമെങ്കിൽ എന്തായാലും ഇതിന് ക്വസ്റ്റ്യൻ വരാം. ഈ പറഞ്ഞ മൊത്തത്തിൽ എന്തുണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഒരാളുടെ വയസ്സ് അല്ലെങ്കിൽ എന്താണ് അഡ്രസ്സ് തെളിയിക്കാനുള്ള രേഖകൾ. ഇപ്പൊ പറഞ്ഞ 11 എന്താണ്, ഈ പറഞ്ഞ രേഖകളാണ്. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇതിന് വരാൻ ചാൻസ് ഉണ്ട്. റൂൾ 5 പ്രകാരം നമുക്ക് നോക്കാം, മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ആദ്യം പറയാൻ പോകുന്നത് നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ പറ്റിയാണ്. എന്താണ് നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണ്. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ലേണേഴ്സ് ലൈസൻസിനോ ഡ്രൈവിംഗ് ലൈസൻസിനോ ലൈസൻസിൽ മറ്റൊരു ക്ലാസ് വാഹനം കൂട്ടിച്ചേർക്കാനോ പുതുക്കാനോ ഉള്ള അപേക്ഷയോടൊപ്പം ശാരീരിക ക്ഷമത ഫോം 2-ൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകേണ്ടതാണ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു പോകാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ പറ്റിയാണ് പറയുന്നത്. നോൺ ട്രാൻസ്പോർട്ട് വാഹനമാണ്. ആദ്യം പഠിക്കേണ്ടതാണ്, നോൺ ട്രാൻസ്പോർട്ട് വാഹനമാണ്. വാഹനങ്ങൾക്ക് ലേണേഴ്സ് ലൈസൻസിനോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിനോ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഏതിനാണ് ലൈസൻസിൽ മറ്റൊരു ക്ലാസ് വാഹനം കൂടി ചേർക്കുവാനോ പുതുക്കുവാനോ. ഇപ്പൊ എനിക്ക് ലൈസൻസ് ഉണ്ട്, ഞാൻ കാർ എടുക്കുകയാണ്, അപ്പൊ എന്ത് ചെയ്യണം, എനിക്ക് പുതിയൊരു ക്ലാസ് ആഡ് ചെയ്യണം. അതുപോലെ ഞാൻ എന്ത് ചെയ്യണം, എന്റെ ലൈസൻസ് പുതുക്കുവാണ്, അതുപോലെ ഞാൻ പുതിയ ലൈസൻസ് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോവാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം എന്ത് ചെയ്യണം,
അപേക്ഷയോടൊപ്പം എന്ത് ചെയ്യണം? ശാരീരിക ക്ഷമത, ഫിസിക്കൽ ഫിറ്റ്നസ് ഏത് ഫോമാണ്? ഫോം 2-ലാണ്. ഓർത്തിരിക്കുക, ഏത് ഫോമാണ്? ഫോം 2 എന്ത് ചെയ്യണം? പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകേണ്ടതാണ്. നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നടത്താറല്ലേ, അതിനാണ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നോക്കുക, ഇത്രയേ ഉള്ളൂ. നോൺ ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് ആയാലും ലൈസൻസ് എടുക്കാനാണെങ്കിലും ലൈസൻസിൽ ഒരു ക്ലാസ് ആഡ് ചെയ്യാനാണെങ്കിലും അതുപോലെ എന്താണ് പുതുക്കാനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അപേക്ഷയോടൊപ്പം ശാരീരിക ക്ഷമത, ഫിസിക്കൽ ഫിറ്റ്നസ് എന്ത് ചെയ്യണം? ഫോം 2-ൽ പൂരിപ്പിച്ചു കൊടുക്കണം. ഫോം 2 ഏതാണ്? ഈ പറയുന്ന ഫോം 2-ലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാര്യം വരുന്നത്. അപ്പൊ റൂൾ ഏതാണ്? റൂള് 5 റൂൾ 5 എന്തിനെ പറ്റി പറയുന്നു? മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുന്നു. ഫോം ഏതാണ്? ഫോം 2. ഓക്കെ. ഇനി ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ എന്തിനെ പറ്റിയാണ്? നോൺ ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ 20 വയസ്സാവുന്നതിന് മുമ്പ് 18 വയസ്സ് കിട്ടുന്ന ലൈസൻസ് ആണ് എന്ന് പറയുന്നത് നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിനുള്ള ലൈസൻസ്. അതിനാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വേണം. ഇനി ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനാണെങ്കിൽ എന്ത് വേണം നമുക്ക്? ഓടിക്കാനുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ഫോം ഏതാണ്? 1A-ൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആണ് നൽകുന്നത്. ആരാണ് തരുന്നത്? രജിസ്റ്റേർഡ് മെഡിക്കൽ. നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത പോരാ, ആര് തരണം? രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ തരണം. ഏത് ഫോമാണ്? 1A. നേരത്തെ പറഞ്ഞ ഫോം ഏതാണ്? ഫോം 2 ആയിരുന്നു അല്ലേ? നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഏത് മതിയാകും? ഫോം 2-ൽ മതിയാവും. നമ്മൾ പഠിച്ചല്ലേ, ഫോം 2-ൽ എന്ത് ചെയ്ത് പൂരിപ്പിച്ച് കൊടുത്താൽ മതി. ഇപ്പൊ ഏത് കൊടുക്കണം? ഫോം 1A-ൽ പൂരിപ്പിച്ച് കൊടുക്കണം. നമ്മൾ പൂരിപ്പിച്ച് കൊടുത്താൽ പോരാ, ആരാണ്? രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആണ് നൽകുന്നത്. ആരാണ് നൽകുന്നത്? രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആണ്. ഏതാണെങ്കിൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് നമുക്ക് എന്ത് വേണം? ഉണ്ടായിരിക്കണം. ഫോം 1A-യുടെ കാലാവധി എത്രയാണ്? 6 മാസം. നമുക്ക് 1A-യുടെ കാലാവധി 6 മാസമേ ഉള്ളൂ. നമ്മൾ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ ഫിറ്റ്നസ് പ്രാക്ടീഷണർ നമ്മൾ ഫിറ്റ്നസിനുള്ള കാര്യം വാങ്ങിച്ചു, അത് 6 മാസത്തേക്ക് എന്നുള്ള അതിന്റെ കാലാവധി ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ അല്ലേ? അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പറഞ്ഞത്. ഇതിൽ പറഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനാണെങ്കിൽ എന്താണ്, അതുപോലെ തന്നെ ഏതാണ് നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനാണെങ്കിൽ എന്താണ്. ഫോം ഏതാണ്? നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഏതാണ്? 2 ആണ്. ഇതിലേതാണ്? 1A ആണ് പറഞ്ഞു പോയത്. അപ്പൊ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റൂൾ എത്രയാണ്? 5. എന്നാൽ 40 വയസ്സോ അതിൽ കൂടുതലുള്ള ഏതൊരാളും ഏത് വാഹനമായാലും ട്രാൻസ്പോർട്ട് ആയാലും നോൺ ട്രാൻസ്പോർട്ട് ആയാലും അപേക്ഷയുടെ ഏത് പൂരിപ്പിച്ചു കൊടുക്കണം? 1A സമർപ്പിക്കണം. അപ്പോൾ ഓർത്തിരിക്കുക, 40 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഫോം 2 പൂരിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെന്താണ്? ഈ 40 വയസ്സിന് മുകളിലുള്ള ആളെ ഏതെടുക്കാൻ പോയാലും ട്രാൻസ്പോർട്ട് ആണെങ്കിലും നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിലും എന്ത് പൂരിപ്പിച്ചു കൊടുക്കണം? 1A. മെഡിക്കൽ പ്രാക്ടീഷണർ ഒപ്പിട്ട് കൊടുത്താൽ അദ്ദേഹം കൊടുക്കുന്ന എന്ത് വേണം? ഫോം 1A കൈവശം ഉണ്ടായിരുന്നാൽ മാത്രമേ എന്തിട്ടുള്ള ലൈസൻസ് കിട്ടുള്ളൂ. അത് ഏതായാലും ട്രാൻസ്പോർട്ട് വാഹനമായാലും നോൺ ട്രാൻസ്പോർട്ട് വാഹനമായാലും 40 വയസ്സിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ സ്റ്റേറ്റ്മെന്റിന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. കാര്യം എന്താണ്? 40 വയസ്സോ അതിൽ കൂടുതലുള്ള ഏതൊരാളും ഏത് വാഹനമായാലും ട്രാൻസ്പോർട്ട് ആയാലും നോൺ ട്രാൻസ്പോർട്ട് ആയാലും അപേക്ഷയുടെ ഏത് കൊടുക്കണം? ഫോം 1A പൂരിപ്പിച്ച് കൊടുക്കണം. ഓർത്തിരിക്കുക. ഓക്കെ. ഇനി റൂൾ 8 ഏതാണ്? നമുക്ക് നോക്കാം. ഈ റൂൾ ഇപ്പൊ ഇല്ല. നമ്മൾ നേരത്തെ എപ്പോഴും പഠിച്ചു പോയായിരുന്നു അല്ലേ? ഒരു 8ാം ക്ലാസ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ, ഡ്രൈവർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറയാം. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ എന്ത് വേണം? ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ എന്ത് വേണം? 8ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നൊക്കെ റൂൾ പണ്ടത്തെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഇല്ല, എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് റൂൾ 8 ആണ് കേട്ടോ. ഈ റൂൾ എന്തില്ല ഇപ്പൊ നിലവിൽ ഇല്ല. പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര വയസ്സ് എത്ര ക്ലാസ് വേണമായിരുന്നു? 8ാം ക്ലാസ് വേണമായിരുന്നു. ഇപ്പൊ എന്തില്ല? ആ നിയമം ഇല്ല. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിന് നിലവിൽ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? അങ്ങനെ ഒരു യോഗ്യതയൊന്നുമില്ല, വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല. ആർക്ക് വേണം എന്ത് ചെയ്യാം? ലൈസൻസ് എടുക്കാം. ഇപ്പൊ എന്താണ്? ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ എന്താണ്? യോഗ്യതയില്ല. പണ്ട് എത്രാം ക്ലാസ് ആയിരുന്നു? 8ാം ക്ലാസ് ആയിരുന്നു. മോട്ടോർ വാഹന നിയമം 2019 ഭേദഗതിയിലൂടെ മിനിമം യോഗ്യത എന്ത് ചെയ്തു? എടുത്തു മാറ്റി. അപ്പൊ ചോദിക്കാം, ഏത് പ്രകാരമാണ്? മോട്ടോർ വാഹന നിയമം 2019 ഭേദഗതി നമ്മൾ പറഞ്ഞു അല്ലേ? ആ ആക്ട് പണ്ടുണ്ടായിരുന്നു. 2019 എന്ത് ചെയ്തു? ആ ആക്ടിൽ നിന്ന് ഏതെടുത്ത് കളഞ്ഞു? ഈ പറഞ്ഞ പ്രായപരിധി എടുത്തു കളഞ്ഞു. ഇപ്പൊ എന്തില്ല? പ്രായപരിധി അല്ല, എന്തെടുത്ത് കളഞ്ഞു? ഈ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഇപ്പൊ എന്തില്ല? അങ്ങനെ പറഞ്ഞിട്ടില്ല. ആർക്ക് വേണോ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അതോ ഓക്കെ. ഈ റൂൾ 9 എന്താണ്? അപ്പൊ നമുക്ക് 8 ഒന്ന് നോക്കിയിട്ട് പോകാം, എന്നിട്ട് 9 പോകാം. ഓക്കെ. നമ്മൾ ആദ്യം ഇതിൽ പറഞ്ഞ പോലെ ഏതാണ്? ഇതിൽ കുറച്ച് റൂൾസ് ആണ് നോക്കുന്നത്. അപ്പൊ ആദ്യം 3 പറഞ്ഞു അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ വിഷ്ണു നമുക്ക് വേണമെങ്കിൽ തിരിച്ചു ഒന്നുകൂടെ കൊണ്ടുവരാം. കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞില്ലേ വിഷ്ണുവിന്റെ കഥ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കൊണ്ടുവരാം. വിഷ്ണു എന്ത് ചെയ്യാണ്? ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അച്ഛനടുത്ത് പറയാണ്, അച്ഛൻ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോവാണെന്ന് പറയാണ് കേട്ടോ. അപ്പൊ അച്ഛൻ പറയാണ് എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ കാര്യങ്ങൾ വേണം, ലേണേഴ്സ് വേണം, അതുപോലെ കൂടെ ഒരാൾ ഉണ്ടായിരിക്കണം, അതുപോലെ എന്ത് വേണം, എല്ലാം ഒട്ടിച്ച് പറഞ്ഞു കൊടുത്തു. വിഷ്ണു പറഞ്ഞു കൊടുത്തു. അപ്പൊ ഏതാണ്? സെക്ഷൻ 3 ആണ് ഇതിനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ റൂൾ 3 ആണ് ഇതിനെ പറ്റി പറയുന്നത്. ഈ പറയുന്ന വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിഷ്ണു വണ്ടി ഓടിച്ച് പഠിക്കാൻ പോവാണ്. സെക്ഷൻ ഏതാണ്? റൂൾ ഏതാണ്? 3 ആണ്. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പോയി 4. അപ്പൊ അച്ഛൻ പറയാണ് പുറത്തുപോലെ പോലീസ് കാണും, എന്ത് ചെയ്യും? പോലീസ് അഡ്രസ്സും പൈസയും എന്താണ് തെളിയിക്കാനുള്ള രേഖ എന്തെങ്കിലും കൈവശം വെച്ചിരിക്കുക. പോലീസ് പിടിച്ചാൽ എന്ത് പറ്റും? അവരെ ഇത് കാണിക്കണം. അപ്പം റൂൾ ഏതാണ്? റൂൾ 4 ഏതാണ്? ഈ പറഞ്ഞ അഡ്രസ്സും വയസ്സും തെളിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വിഷ്ണു ഏതിലുള്ള ഏതെങ്കിലും ഒരു സാധനം എടുത്ത് കൂടെ കൊണ്ടുപോകും. എന്ത് കാണിക്കണം? വയസ്സും അഡ്രസ്സും കാണിക്കണം അല്ലേ? കയ്യിൽ എന്ത് വേണം? ഉറപ്പായിട്ടും എന്ത് ഉണ്ടായിരിക്കണം? ലേണേഴ്സ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടായാലും മതിയാവും. ജസ്റ്റ് കഥ പോലെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു പോകണം കേട്ടോ. അപ്പൊ 5 ഇത് കഴിഞ്ഞിട്ട് എന്തിലോട്ടെത്തി? 5 വരികയാണ് കേട്ടോ. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്ണു പോവുകയാണ് കേട്ടോ. വിഷ്ണു പോയി, പോലീസ് വന്നു. പോലീസ് കൈയാണ് ചേർത്ത് ചോദിക്കാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. അങ്ങനെ ചോദിക്കത്തില്ല. ജസ്റ്റ് ഈ കഥ പോലെ പറയുന്നത് പറയാണ് എന്ത് ചോദിക്കണം? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഏതാണ്? റൂള് 5 ആണ്. അപ്പൊ 6 എന്തായിരിക്കും? വിഷ്ണു മറുപടി പറയാണ്. എന്ത് പറയാണ്?
കയ്യിൽ എന്തില്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ല, പക്ഷേ എന്തെങ്കിലും ഞാൻ 8ാം ക്ലാസ് പാസ്സായതാണെന്ന് ആരും എന്ത് ചെയ്തു, വിഷ്ണു തിരിച്ചു പറഞ്ഞു. അപ്പോൾ റൂൾ 8 പ്രകാരം എന്താണ്, ഈ 8ാം ക്ലാസിന്റെ ആവശ്യമുണ്ട്, പോലീസ് ആവശ്യമില്ല, എന്താണ് ഇപ്പോൾ യോഗ്യതയൊന്നും ഇല്ല, 8ാം ക്ലാസ് പാസ്സായാലും നിങ്ങൾക്ക് എന്ത് ഓടിക്കാൻ പറ്റില്ല, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, ഇപ്പം എന്തില്ല, എല്ലാവർക്കും എന്ത് ഓടിക്കാം, ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാം. എന്ത് മതി, 20 വയസ്സാവണം, അതുപോലെ എന്തായിരിക്കണം, നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിച്ച് 1 വർഷം കഴിഞ്ഞിരിക്കണം. അപ്പം ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണം നമുക്ക് എന്തുണ്ടായിരിക്കണം, ഈ പറഞ്ഞ ഇപ്പം വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യം ഒന്നും നമുക്ക് പറഞ്ഞു നോക്കാം. 2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, 3 എന്ന് പറയുന്നത് എന്താണ്, വിഷ്ണു എന്ത് ചെയ്തു, വണ്ടി ഓടിച്ച് പഠിക്കാൻ പോവാണ്. അപ്പോൾ ലൈസൻസ് പുതിയതായിട്ട് ഒരു ലൈസൻസ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ എന്ത് പറഞ്ഞു, 2 പറഞ്ഞു. ഓക്കെ, 3 പറഞ്ഞു. അതുപോലെ 4 എന്താണ്, ഈ പറയുന്ന വയസ്സും അഡ്രസ്സും തെളിയിക്കാൻ എന്ത് ചെയ്യണം, കൈവശം എന്തെങ്കിലും ഒരു രേഖ കൊണ്ടുപോകാൻ എന്ത് ചെയ്തു, വിഷ്ണുവിന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു. വിഷ്ണു എടുത്തിറങ്ങി പോയി, പോലീസ് പിടിച്ച് നിർത്തി ചോദിക്കുകയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്പോൾ എത്രയായിരിക്കും, നമ്മൾ 3 പറഞ്ഞു, 4 പറഞ്ഞു, അടുത്ത് എന്തായിരിക്കും, 5 മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ 6 എന്തായിരിക്കും, ഈ പറയുന്ന വിഷ്ണു തിരിച്ച് പറഞ്ഞല്ലേ, എന്താണ് 6 ഇല്ല, 5 കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന എത്രയാണ്, ഈ പറയുന്ന 8 വിഷ്ണു എന്ത് പറഞ്ഞാണ്, എനിക്ക് എന്തില്ല, എൻ്റെ കയ്യിൽ ഇപ്പം വേറെ ഒന്നുമില്ല, എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല, പക്ഷേ എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഈ പറയുന്ന 8ാം ക്ലാസ് പാസ്സായ ക്വാളിഫിക്കേഷൻ എനിക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയുകയാണ് എന്ത്, അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല. ഇപ്പം എന്താണ്, ഇപ്പോൾ ഭേദഗതി പ്രകാരം റൂൾ 8 പ്രകാരം എന്തില്ല, മിനിമം ക്വാളിഫിക്കേഷൻ എന്തിനില്ല, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, കഥ പോലെ പറഞ്ഞു വന്നാൽ ഇതൊന്നും അതല്ല. 3 ആദ്യം പറഞ്ഞത്, ലൈസൻസിനെ പറ്റി പ്രതിപാദിക്കുന്നു. 4 എന്ന് പറയുന്നത് എന്താണ്, രേഖകളെ പറ്റി പ്രതിപാദിക്കുന്നു. ഈ പറയുന്ന 5 എന്ന് പറഞ്ഞാൽ എന്താണ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഈ പറയുന്ന 8 എന്ന് പറയുന്നത് എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നു, ഈ പറയുന്ന പോലെ ക്വാളിഫിക്കേഷനെ പറ്റി പ്രതിപാദിക്കുന്നു. ഇപ്പോൾ അതില്ല. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു, 5 പഠിച്ചു, 6 പഠിച്ചു, 3, 4, 5, 8 4 നിങ്ങൾ പഠിച്ചു. മോട്ടോർ വെഹിക്കിൾ റൂളിലെ 4 നിങ്ങൾ പഠിച്ചു കേട്ടോ. ഇനി 9 അല്ലാതെ തന്നെ പഠിച്ചു വെച്ചിരുന്നത് എന്താണ്, ഹസാഡസ് വാഹനം ഓടിക്കുന്നതിനുള്ള യോഗ്യത അല്ലെങ്കിൽ ഭാഷാ യോഗ്യതയെ പറ്റിയാണ് പറയുന്നത്. ഹസാഡസ് വാഹനം ഓടിക്കണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, നിങ്ങളൊക്കെ എന്താണ് ഭാവിയിൽ എപ്പോഴെങ്കിലും ഹസാഡസ് വാഹനം ഓടിക്കാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഇപ്പോൾ മനസ്സിലാക്കി വെച്ചോ. റൂൾ ഏതിൽ പറയുന്നതാണ്, 9 പറയുന്നതാണ്. ഹസാഡസ് വാഹനം ഓടിക്കാനുള്ള വ്യക്തി ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ, ഭാഷകളെ പറ്റി പറയുന്ന ഷെഡ്യൂൾ ഏതാണ്, 8ാം ഷെഡ്യൂളാണ് അല്ലേ. അത് PSC അല്ലാതെയും ചോദിക്കാം, നിങ്ങൾക്ക് GK ആയിട്ട് ചോദിക്കാം, എന്താണ് 8ാം ഷെഡ്യൂളിലാണ് പറയുന്നത്, പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയും ഇംഗ്ലീഷും എഴുതുവാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. ഓർത്തിരിക്കാൻ, നിങ്ങൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതറിഞ്ഞാൽ മതി, മലയാളം അറിയണമെന്നോട് എന്തും അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം. അപ്പോൾ 8ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഭാഷയും 8ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം കേട്ടോ. മലയാളം മാത്രമേ അറിയാം, നമുക്ക് വിട്ടത്തില്ല, എന്തും വേണം, ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. റൂൾ പ്രകാരം ഏതാണ്, റൂൾ 9. ഓക്കെ, ഹസാഡസ് വാഹനം ഓടിക്കുന്നതിനുള്ള പരിശീലനം. അപ്പോൾ ഇത് പഠിച്ചിരിക്കാൻ നമുക്ക് എന്താണ്, ഈ പരിശീലനം തന്നിട്ട് മാത്രമേ നമുക്ക് ഒരു ലൈസൻസ് കിട്ടുള്ളൂ കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങൾക്കാണ് ഹസാഡസ് ഗുഡ്സ് ലൈസൻസ് കോഴ്സ് നടത്തുവാൻ സാധിക്കുന്നത്. അത് എന്തുണ്ട്, അപ്പം ഹസാഡസ് ഗുഡ്സ് കോഴ്സുകളുണ്ട് കേട്ടോ. ഹസാഡസ് ഗുഡ് ലൈസൻസ് കിട്ടാൻ എന്തുകൊണ്ട്, കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഹസാഡസ് ഗുഡ്സ് ലൈസൻസ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അംഗീകൃത സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അംഗീകൃത സ്ഥാപനങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹസാഡസ് ഗുഡ്സ് ലൈസൻസ് കോഴ്സ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ പറയുന്ന ലൈസൻസ് കിട്ടത്തുള്ളൂ. കൂടാതെ ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും നിർദ്ദിഷ്ട സിലബസിൽ കോഴ്സ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അതായത് എന്താണ്, ഈ നമ്മൾ പറഞ്ഞ സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സ്ഥാപനത്തിൽ എന്ത് ചെയ്യണം, നിർദ്ദിഷ്ട സിലബസിൽ കോഴ്സ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരാൾക്ക് ലൈസൻസ് വേണം, എന്ത് വേണം, ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ എന്ത് വേണം, ഹസാഡസ് ഗുഡ്സ് ലൈസൻസ് കിട്ടണമെങ്കിൽ കോഴ്സ് പഠിച്ചിരിക്കണം. ആദ്യം എന്ത് ചെയ്തിരിക്കണം, കോഴ്സ് പഠിച്ചിരിക്കണം. അതുപോലെ എന്താണ്, കൂടാതെ ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും നിർദ്ദിഷ്ട സിലബസിൽ കോഴ്സ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, കൈവശം ഉണ്ടായിരിക്കണം. അതിന്റെ കാലാവധി എത്രയാണ്, ഈ കോഴ്സിന്റെ പ്രത്യേകത, ഹസാഡസ് ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട കോഴ്സിന്റെ ട്രെയിനിങ് കാലാവധി എത്രയാണ്, 3 ദിവസം. അപ്പോൾ നിങ്ങൾ 3 ദിവസം എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം, ഇതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകൃത എന്ത് ചെയ്യണം, ഹസാഡസ് ഗുഡ്സ് ലൈസൻസ് കോഴ്സ് പഠിക്കാൻ പോകണം. എത്ര ദിവസമാണ്, 3 ദിവസമാണ്. അതെന്ത് ചെയ്യണം, ആ പറഞ്ഞിരിക്കുന്ന നിർദ്ദിഷ്ട സിലബസ് പ്രകാരം എന്ത് ചെയ്യണം, കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണം. ഈ പറയുന്ന 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഈ പറയുന്ന ഹസാഡസ് ഗുഡ്സ് ലൈസൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞു കേട്ടോ. അത് പറഞ്ഞു, ഇതിൽ 9 റൂൾ എത്രയാണ് പറയുന്നത്, റൂൾ 9. അപ്പോൾ നമ്മൾ പഠിച്ചു 3, 4, 5, 8 പഠിച്ചു. ഇപ്പോൾ ഏതും പഠിച്ചു, 9 പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്ന ഏതാണ്, റൂൾ 15. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി. അതായത് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന സമയത്ത്, കേരളത്തിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന റൂൾ 15. ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്, നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുമല്ലോ, ആ ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റി അവിടെ പറയുന്നത് റൂൾ 15 പറയുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റി പറയുന്ന ഇതാണ്, റൂൾ 15 പറയുന്നത്. അപ്പോൾ റൂൾ 15 1 എന്തെന്ന് നമുക്ക് നോക്കാം. ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഈ കുറച്ച് ആൾ പറഞ്ഞു പോകും, അതെന്ത് ചെയ്യുക, ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്, നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ മാത്രമാണ്, ജസ്റ്റ് കേട്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞുള്ള കോഴ്സിലുള്ള അല്ലെങ്കിൽ സിലബസിലുള്ള ഒരു കാര്യം എന്നുള്ള വിടുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, എന്ത് ചെയ്യുക, കേട്ടിരിക്കാം. അപ്പോൾ ആദ്യത്തെ ഇതാണ്, ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചതിന് ശേഷം കുറഞ്ഞ 30 ദിവസമെങ്കിലും കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസിന് ടെസ്റ്റിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ നമ്മൾ എന്ത് ചെയ്യാൻ പോകാൻ പറ്റില്ല, ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ പറ്റില്ല. എത്ര ദിവസം കഴിയണം, 30 ദിവസം കഴിയണം. കാര്യം എന്താണ്, നമുക്ക് ലേണേഴ്സ് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ, വണ്ടി ഓടിച്ച് പഠിക്കാനുള്ള കാലയളവാണ് ഈ പറയുന്നത് 30 ദിവസം. ലേണേഴ്സ് കിട്ടി 30 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പോകാൻ പറ്റത്തുള്ളൂ, ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ,
ഓക്കെ, അതുപോലെ അത് 15(1) പറയുന്നത് കേട്ടോ. 15(1) പറയുന്നത് 30 ദിവസത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ റൂൾ 15(3) അപേക്ഷകൻ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വ്യക്തിയെ ചുവടെ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇത് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പോയിരിക്കുകയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാം ചെയ്താണ് ലൈസൻസ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കാണും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ലൈസൻസ് ഉള്ള ആൾക്കാരാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം, അല്ലാതെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, എന്ത് ചെയ്യുക, കേട്ടിരിക്കുക. പക്ഷേ ഇവിടെ പറയുന്നതാണ് റൂൾ 15(3). അപ്പോൾ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് റൂളുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചാൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എഴുതണം. അതിന് വേണ്ടിയാണ് ഈ പറഞ്ഞു പോകുന്നത്, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം. ആദ്യത്തേത് റിയർ വ്യൂ മിറർ ശരിയായി അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, കാർ കയറിയിരുന്ന ഇപ്പോൾ കാർ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, നമ്മൾ കയറി എന്ത് ചെയ്യണം, മിറർ അഡ്ജസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് തെറ്റി പോകും കേട്ടോ. എന്ത് ചെയ്യണം, മിറർ അഡ്ജസ്റ്റ് ചെയ്യണം. എഞ്ചിൻ സ്റ്റാർട്ട് ആക്കുന്നതിന് മുമ്പ് മതിയായ മുൻകരുതൽ എടുക്കണം കേട്ടോ. അത് ലൈസൻസ് നമ്മൾ സീറ്റ് ബെൽറ്റ് പിടിച്ചിടുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എന്ത് ചെയ്യുക, എഞ്ചിൻ സ്റ്റാർട്ട് ആകുമ്പോൾ എന്ത് ചെയ്യണം, മതിയായ മുൻകരുതൽ എടുക്കണം. നമ്മൾ ഇതിപ്പോൾ എന്താണ് ലൈസൻസ് എടുക്കാൻ പോകുന്ന ഒരാൾക്ക് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങളെല്ലാവരും എന്ത് ചെയ്താണ് ലൈസൻസ് എടുത്ത ആൾക്കാർ, നിങ്ങൾക്ക് എല്ലാം ഇതൊക്കെ അറിയാം. സുരക്ഷിതമായും സ്മൂത്തായും വാഹനം ഓടിക്കുകയും, നമ്മൾ എന്ത് ചെയ്യണം, സ്മൂത്ത് വണ്ടി ഓടിച്ച് കാണിക്കണം അല്ലേ. അതോടൊപ്പം എന്ത് ചെയ്യണം, ഗിയറുകൾ ടോപ്പ് ഗിയർ വരെ മാറ്റുകയും ചെയ്യുക. ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഡ്രൈവിംഗിന്റെ നിയമങ്ങളൊക്കെ മാറി വരുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിൽ എന്ത് ചെയ്യണം, സുരക്ഷിതമായും സ്മൂത്തായി വണ്ടി ഓടിക്കണം. അതോടൊപ്പം എന്ത് ചെയ്യണം, ഗിയറുകൾ ടോപ്പ് ഗിയർ വരെ മാറ്റുകയും ചെയ്യണം. 2-3 ഗിയർ മാറിയപ്പോൾ എന്ത് ചെയ്യണം, വണ്ടിയുടെ ടോപ്പ് ഗിയർ എത്രയാണോ അതുവരെ നമ്മൾ മാറി കാണിച്ചു കൊടുക്കണം. ട്രാഫിക്കിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് പെട്ടെന്ന് തന്നെ ടോപ്പ് ഗിയറിൽ നിന്ന് ലോവർ ലെവൽ, പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു വണ്ടി വരികയാണ്, എന്ത് ചെയ്യുക, ഗിയർ മാറി ലോവർ ഗിയറിലോട്ട് പോവുക. ഇതൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. താഴേക്ക് വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ലോവർ ഗിയറിലേക്ക് മാറി ഇറക്കി ഇറങ്ങി വരികയാണ്, എന്ത് ചെയ്യില്ല, ടോപ്പ് ഗിയർ ഇട്ട് പോകില്ല, എന്ത് ചെയ്യണം, നമ്മൾ ഗിയർ താഴേക്ക് വരെ മാറ്റി ഇപ്പോൾ 1-2 ഒക്കെ ഇട്ട് എന്ത് ചെയ്യുക, വാഹനം ഓടിക്കുക. നിങ്ങൾക്ക് അറിയാമായിരിക്കും അതൊക്കെ അല്ലേ. ഒരു ചെറിയ പ്രദേശത്ത് വാഹനം നിർത്തുക, നമ്മൾ എന്ത് ചെയ്യണം, ഒരു തീരി കൊണ്ട് വാഹനം നിർത്തുക, പിന്നെ അവിടെ നിന്ന് ബാക്കിലോട്ട് പോകുന്നത് റീസ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പോവുക. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് കാണിക്കുക. ത്രോട്ടിലും ഫുഡ് ബ്രേക്ക് നമുക്കറിയില്ലേ, ആക്സിലേറ്ററും എന്താണ് ഈ പറയുന്ന ബ്രേക്കും അതൊക്കെ വെച്ച് നമ്മൾ ഒരു അഡ്ജസ്റ്റ് ബാലൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരില്ല. തീരി കൊണ്ട് നിർത്തിയിട്ട് എങ്ങനെ നമ്മൾ വണ്ടി എടുക്കും, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, റൂളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുള്ളത് വേറെ കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ ടെസ്റ്റിന് പോകുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യുന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. ഇടത്തേക്കും വലത്തേക്കും ശരിയായി വാഹനം തിരിക്കുകയും സിഗ്നൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് റിയർ വ്യൂ മിററിൽ ശരിയായി ഉപയോഗിക്കുകയും ചെയ്യണം. അല്ല, നമ്മൾ വളയ്ക്കുന്ന നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മിറർ യൂസ് ചെയ്യുക. അതുപോലെ സിഗ്നൽ ഉപയോഗിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, വാഹനം തിരിച്ചു കാണിക്കണം. അതുപോലെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, സിഗ്നൽ നൽകണം അല്ലേ. ഓവർടേക്കിനുള്ള സിഗ്നലൊക്കെ നൽകുക, അതൊക്കെ ചെയ്യുക. ഉചിതമായ സമയത്ത് ഉചിതമായ സിഗ്നൽ തെറ്റുപറ്റാതെ കൈ കൊണ്ടോ ഇലക്ട്രിക് ഉപകരണം ഉപയോഗിച്ച് കാണിക്കട്ടെ. സിഗ്നൽ ഇപ്പം ഇങ്ങനെ പോവാണ്, ഓട്ടോറിക്ഷക്കാരൻ വരെ പോകുന്ന പോലെ ഇങ്ങോട്ട് സിഗ്നൽ ഇട്ട് ഇങ്ങോട്ട് വളയില്ല. അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ലൈസൻസ് കിട്ടുള്ളൂ അല്ലേ. അതുപോലെ ശരിയായ സിഗ്നൽ ഉപയോഗിച്ച് ശ്രദ്ധയോടെ ലൈൻ മാറുക. കാരണം നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. ഇങ്ങോട്ട് മാറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സിഗ്നൽ ഇട്ട് പതിയെ വേണം ഇങ്ങോട്ട് തിരിഞ്ഞ് മാറി വരാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു വണ്ടി ഇങ്ങോട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ലൈൻ മാറണം. ഇപ്പോൾ 2 ലൈൻ ഉണ്ടല്ലോ, 4 വരി പാതയും അതുപോലെ പല റോഡുകൾ നമുക്കുണ്ട്. അപ്പോൾ ഒരു ലൈനിൽ അപ്പുറത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കറക്റ്റ് എന്ത് ചെയ്യണം, സിഗ്നൽ ഉപയോഗിച്ച് വേണം മാറിപ്പോകേണ്ടത്. അതുപോലെ വാഹനം അടിയന്തരമായോ അല്ലാതെയോ റോഡിന്റെ ഉചിതമായ ഭാഗത്ത് ഉചിതമായ സിഗ്നൽ കാട്ടി നിർത്തുക. കാരണം നമുക്കറിയാലോ, നമ്മൾ വണ്ടി നിർത്തുന്ന സമയത്ത് സിഗ്നൽ കാണിച്ചു തന്നെയാണ് നമ്മൾ വണ്ടി നിർത്തിയത്, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ലൈസൻസ് കിട്ടുള്ളൂ അല്ലേ. ഇനി വാഹനം റിവേഴ്സ് ഗിയറിലിട്ട് ശരിയായ കൃത്യതയോടെ പിന്നിലേക്ക് ഓടിച്ച് കാണിക്കാം. നമ്മൾ ചെയ്യാറുണ്ടോന്ന് അറിയത്തില്ല, ഇതൊക്കെ ചെയ്ത് കാണിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ലൈസൻസ് കിട്ടുള്ളൂ കേട്ടോ. ഫോർവേഡ് റിവേഴ്സ് ഗിയറുകളിട്ട് വാഹനത്തിന് ദിശ മാറ്റുക. അങ്ങനെ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുകയും അതുപോലെ വാഹനത്തിന്റെ ദിശയൊക്കെ മാറ്റി കാണിക്കണം. ഇങ്ങനെ നേരെ പോകുന്ന ഒരു വാഹനം നിർത്തി ബാക്കൊക്കെ എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ എടുത്ത് കാണിക്കണം. ഇതൊക്കെ എടുത്ത് കാണിക്കണം. ഇതൊക്കെ ആർക്ക് പറയാം, നമ്മുടെ വണ്ടി വെച്ചിട്ട് നമ്മുടെ കൂടെ ആരായിരിക്കും, ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കും നമ്മുടെ കൂടെ ഇരിക്കുന്നത് അല്ലേ. അദ്ദേഹത്തിന് ഇതൊക്കെ പറയാം. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇവിടെ 15 പറഞ്ഞിട്ടുണ്ടല്ലേ. 15(3) ഇതിനെ പറ്റി പറയുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് കാണിക്കാൻ അയാൾക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത് പറയാം കേട്ടോ. ഇതിലൊക്കെ എന്ത് വേണോ പറയാൻ, നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മൾ ചോദിക്കില്ല എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിക്കാറില്ല, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഓക്കെ. അതുപോലെ പോലീസുകാരോ മറ്റ് റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്താണ് ഗ്രാഫിക് കൺട്രോളറോ അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലോ ട്രാഫിക് സൈനുകളോ നൽകുന്ന സൈനുകൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തീരുമാനം എടുക്കാം കേട്ടോ. ഫ്രണ്ടിൽ ഇപ്പം ഈ പറയുന്ന പോലെ ട്രാഫിക് പോലീസ് എന്നിട്ട് വഴി മാറി പോകാൻ എല്ലാം കൂടെ ഡൈവേർട്ട് ചെയ്ത് പോകാനൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് പെട്ടെന്ന് തീരുമാനം എടുത്തോളണം. അവിടെ നിന്ന് ആലോചിക്കരുത്, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കരുത്, പെട്ടെന്ന് എന്ത് ചെയ്യുക, തീരുമാനം എടുക്കുക. നമ്മളിപ്പോൾ ഒരു കാര്യം വരുമ്പോൾ തീരുമാനം എടുക്കാൻ സമയം താമസിച്ചില്ല എന്ത് ചെയ്യും, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈസൻസ് കിട്ടാതിരിക്കാം. ഇതൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ചെയ്യാം. ഓക്കെ. അതുപോലെ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള സ്ഥലങ്ങളിൽ ശരിയായ രീതിയിൽ ഇടപെടുക. ട്രാഫിക് ലൈറ്റോ ട്രാഫിക് പോലീസോ നിയന്ത്രണത്തിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകുക. അത് ഓർത്തിരിക്കുക കേട്ടോ. ട്രാഫിക് പോലീസോ ഏതൊക്കെയാണ്, ട്രാഫിക് ലൈറ്റ് ഇല്ല, ട്രാഫിക് പോലീസ് ഇല്ല, അവർ ആർക്കാണ് മുൻഗണന എടുക്കുന്നത്, കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകണം അല്ലേ. ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ, ചോദിക്കുക അവർ. സാധാരണ അവസരങ്ങളിൽ ഇടതു ചേർന്ന് ഓടിക്കുക. സാധാരണ നമ്മൾ എവിടെ ചേർന്ന് ഓടിക്കണം, ഇടത് ചേർന്ന് ഓടിക്കണം അല്ലേ. ഇപ്പൊ കാണാറുണ്ട് ബസ്സുകൾ ഉൾപ്പെടെ എല്ലാം ഓടിക്കുന്ന ഇതിലേയും കൂടെയാണ് ഈ പറയുന്ന
വലതുവശത്തൂടെ ആയിരിക്കും അല്ലേ. സാധാരണ നമ്മൾ എവിടെയാണ് ഇടത് ചേർന്ന് വേണം വാഹനം ഓടിക്കേണ്ടത്. ഓടുന്ന റോഡിന്റെയും ട്രാഫിക്കിന്റെയും അവസ്ഥ അനുസരിച്ച് വേഗത നിയന്ത്രിക്കുക കേട്ടോ. നമ്മുടെ റോഡ് മാറുന്നതനുസരിച്ച് ട്രാഫിക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വേഗത മാറുക. അപ്പം അടുത്ത് ആരിക്കുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ പേടിച്ച് പതിയെ പോരുത്. നമ്മൾ എന്ത് ചെയ്യണം, അവസ്ഥ അനുസരിച്ച് സ്പീഡൊക്കെ ചേഞ്ച് ചെയ്യണം. ആത്മവിശ്വാസത്തോടു കൂടി സ്റ്റിയറിംഗ് ഉപയോഗം, സ്മൂത്ത് ഗിയർ ചേഞ്ചിങ്, ആവശ്യമുള്ള സമയത്ത് ബ്രേക്ക് ഉപയോഗിക്കൽ, ഇതെല്ലാം ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ലൈസൻസ് കിട്ടത്തുള്ളൂ. അതുപോലെ സിഗ്നൽ നൽകുന്നതിനും ഓവർടേക്ക് ചെയ്യുവാനുമായി റോഡിന്റെ ഒരു ഭാഗം കയറുന്നതിനും വലത്തോട് തിരിയുന്നതിനും നിർത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, റിവർ വ്യൂ ശരിയായി ഉപയോഗിക്കുക. നമ്മൾ മിറർ നോക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. സിഗ്നൽ നൽകുന്നതായാലും അതേ ബാക്കിൽ നിന്ന് ഒരു ലോറി വരുന്ന സമയത്ത് എന്തെങ്കിലും പുറത്ത് കൈയിട്ടിട്ട് സിഗ്നൽ കാണിക്കില്ല, കൈ ഇടിച്ചുകൊണ്ട് പോകല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണ് നമ്മൾ ആദ്യം എന്ത് നോക്കണം, മിറർ നോക്കണം, എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. വലത്തോട്ട് തിരിയാനായാലും കയറ്റം കയറുന്നതിനായാലും എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, റിയർ വ്യൂ മിറർ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. നേരെ ഓടിക്കുമ്പോഴും ഇടത് തിരിയുമ്പോഴും ജംഗ്ഷനിലും റോഡിന്റെ ഉചിതമായ വശം ഉപയോഗിക്കുക. ഏതാണോ നമുക്ക് യൂസ് ചെയ്യേണ്ട റോഡ് ഏതാണോ അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് പോവുക. ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്, ഈ റൂളിൽ പറയുന്നുണ്ട്. അതുപോലെ ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, ഗിയർ സ്റ്റിയറിംഗ്, ഹോൺ എന്നിവ ശരിയായി ഉപയോഗിക്കണം. നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കണം, ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, ഗിയർ സ്റ്റിയറിംഗ്, ഹോണൊക്കെ എന്ത് ചെയ്യണം, ഹോണൊക്കെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്യണം, ക്ലിയർ ആയി യൂസ് ചെയ്യണം. കാൽനട യാത്രക്കാർ, മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർ, സൈക്കിൾ യാത്രക്കാർ എന്നിവരുടെ പ്രവൃത്തി മുൻകൂട്ടി കണക്കാക്കുക. അവർക്ക് എങ്ങനെയാണ് പോയാൽ, കാൽനട യാത്രക്കാർ ഇപ്പോൾ എടുത്ത റോഡിൽ ചാടുവോ, അല്ലെങ്കിൽ വാഹന ഡ്രൈവർമാർ എന്ത് ചെയ്യും, സൈക്കിൾ യാത്രക്കാർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മുൻകൂട്ടി എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പ്രവൃത്തികളൊക്കെ കണക്കാക്കുക. എന്നിട്ട് വേണം വണ്ടി ഓടിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ വരുന്ന ബാക്കി കാര്യങ്ങൾ നോക്കുന്നത് ക്രോസ് റോഡ് അല്ലെങ്കിൽ ക്രോസ് ജംഗ്ഷൻ. നിങ്ങൾ വാഹനം ഓടിച്ച് പോയിട്ട് ഇപ്പം നിങ്ങളുടെ കൂടെ ആരും ഇരിപ്പുണ്ട്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇരിപ്പുണ്ടല്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടി ഓടിച്ച് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, നിങ്ങളൊരു ക്രോസ് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം വേഗത നിയന്ത്രിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വേഗത കുറയ്ക്കണം. റിയർ വ്യൂ മിറർ ശരിയായി ഉപയോഗിക്കണം. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നതിന് മുമ്പ് വാഹനം ശരിയായ സ്ഥാനത്ത് നിർത്തണം. വലത് കോർണർ കട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക. എന്ത് ചെയ്യാം, വലത് കോർണർ കയറി പോകരുത്, കട്ട് ചെയ്ത് പോകുന്ന എന്തെങ്കിലും ഒഴിവാക്കുക. ഇടതും വലതും മാറി മാറി നോക്കുക. നമ്മൾ ഇട സൈഡും വല സൈഡും മാറി മാറി നോക്കുക. ഡ്രൈവിങ്ങിൽ തന്നെ എപ്പോഴും ശ്രദ്ധ ചെലുത്തുക. ഇത് കഴിഞ്ഞോ, ഇത് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾ അഥവാ എന്ത് എത്തിക്കഴിഞ്ഞാൽ, ഒരു ക്രോസ് റോഡിലോ അല്ലെങ്കിൽ എവിടെ എത്തിക്കഴിഞ്ഞാൽ, റോഡ് ജംഗ്ഷനിലോ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 5 കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വേണം മുന്നോട്ട് പോകാൻ. ഇതെല്ലാം ഏത് പറയുന്നതാണ്, റൂൾ 15-3 പറയുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നതാണ്, റൂൾ 15-3 പറയുന്നതാണ്. ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ പറയുന്നതിൽ ഏത് തെറ്റിയാലും നമുക്ക് എന്ത് പോവാം, ലൈസൻസ് തരാതിരിക്കാൻ അവർക്ക് പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും സ്ട്രിക്റ്റ് ആകാറില്ല. കാര്യം എന്താണ്, ഇതിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാറില്ല. കാര്യം നമ്മൾ ഇത്രയും നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണമെന്നില്ല, ലൈസൻസ് കിട്ടണമെന്നില്ല അല്ലേ. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 എന്തിനെ പറ്റി പറയുന്നുണ്ട്, ഈ പറയുന്ന ഇത്രയും കാര്യം. അതിൽ റൂൾ ഏതിലാണ് പറയുന്നത്, 15-ലാണ് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ ഡ്രൈവിംഗിൽ തന്നെ എപ്പോഴും ശ്രദ്ധ ചെലുത്തണം അല്ലേ. കാരണം അത് കയറി എന്നിട്ട് വേറെ കൂടെ നോക്കിയിരുന്ന അവരെന്ത് ചെയ്യും, അപ്പോൾ തന്നെ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകാൻ പറയും. ഓക്കെ, അടുത്തതായി കാൽനട യാത്രക്കാരുണ്ടല്ലോ. അതുപോലെ ബാക്കി എന്താണ് റോഡ് ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ എന്താണ് അവരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും മതിയായ പരിഗണന ആരും കൊടുക്കണം, നമ്മൾ കൊടുക്കണം കേട്ടോ. നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പോകുമ്പോൾ ബാക്കിയുള്ള ആരെയും ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യില്ല, വണ്ടി ഓടിക്കരുത്. ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുക്കണം, നമ്മൾ ശ്രദ്ധയ്ക്ക് കൊടുത്തു വേണം എന്ത് ചെയ്യാൻ, വാഹനം ഓടിക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന നമ്മുടെ 15 റൂൾ 15 സെക്ഷൻ 3 അല്ലെങ്കിൽ അത് 15-3 എന്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് പോകുന്ന സമയത്ത്, ടെസ്റ്റിന് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഏതൊക്കെ സെക്ഷൻ നോക്കാം, ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി വരാം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഏതാണ്, സെക്ഷൻ റൂൾ 3 ആണ്. റൂൾ 3 എന്തിനെ പറ്റി പറയുന്നത്, ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് 3 പറയുന്നത്. വിഷ്ണുവിൻ്റെ കഥ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അതിൽ എന്തൊക്കെ പറയുന്നുണ്ട്, റൂൾ 4 എന്താണ്, അഡ്രസ്സും പൈസയും തെളിയിക്കാനുള്ള രേഖ കയ്യിൽ വേണം. അതാണ് ഇത് റൂൾ 4 അല്ലേ. അതായത് ഏതൊക്കെയാണ് ഈ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് അഡ്രസ്സും പൈസയും തെളിയിക്കാനുള്ള രേഖകളെ കണക്കാക്കുന്നത്, അത് പഠിച്ചു നമ്മൾ. അടുത്ത ഇതാണ് 5 പഠിച്ചു അല്ലേ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഓടിക്കാനാണെങ്കിൽ എന്ത് വേണമെന്നില്ല, ഈ പറയുന്ന ഫോം 1A പൂരിപ്പിക്കേണ്ട, പൂരിപ്പിച്ചു കൊടുത്താൽ മതി, ഫോം 2 പൂരിപ്പിച്ചു കൊടുത്താൽ മതി, സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി, സ്വയം സാക്ഷ്യപ്പെടുത്തി രേഖപ്പെടുത്തേണ്ട. പക്ഷേ ഏതാണ് ട്രാൻസ്പോർട്ട് വാഹനം എന്ത് വേണം, 1A പൂരിപ്പിച്ചു കൊടുക്കണം. ആര് കൊടുക്കണം, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ കൊടുക്കണം. പക്ഷേ 40 വയസ്സിന് മുകളിലാണെങ്കിൽ ഏത് വാഹനമാണെങ്കിലും എന്ത് വേണം, ഫോം 1A പൂരിപ്പിച്ചു കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ ലൈസൻസ്. 8 പഠിച്ചുമായിരിക്കും അല്ലേ. ഇന്ന് ആ റൂൾ എന്തില്ല, നിലവിലില്ല. എന്ത് വേണം, ഇപ്പം ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ എന്ത് വേണമെന്നില്ല, വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പറയുന്നില്ല. ഏത് ഭേദഗതി, 2019 ഭേദഗതി. അതുപോലെ റൂൾ 9 എന്താണ്, ഈ പറഞ്ഞ ഹസാർഡ് വാഹനങ്ങൾ ഓടിക്കാൻ എന്ത് വേണം, ഭാഷ യോഗ്യതയുണ്ട് അല്ലേ. ഏത് അറിഞ്ഞിരിക്കണം, 8ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. അതുപോലെ എന്താണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകൃത എന്തുകൊണ്ട്, ഹസാർഡസ് ഗുഡ്സ് ലൈസൻസ് കോഴ്സ് ഉണ്ട് കേട്ടോ. അത് എത്ര ദിവസമാണ്, 3 ദിവസമാണ്. ആ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ പറഞ്ഞിരിക്കുന്ന സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഹസാർഡസ് ഗുഡ്സ് ലൈസൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ 15 ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൽ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. 15 എന്തിനെ പറ്റി പറയുന്നതാണ്, ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചതിന് ശേഷം കുറഞ്ഞ 30 ദിവസമെങ്കിലും എന്ത് ചെയ്യണം, കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ പറ്റത്തുള്ളൂ.
അതുപോലെ 15.3 എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം. അത് കാണാൻ പഠിക്കണമെന്നില്ല, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അത് നമ്മൾ പറഞ്ഞു പോയതാണ്, നിങ്ങൾ കേട്ടിരുന്നാൽ മതി, അത് പഠിക്കേണ്ട, അത് ഓർത്ത് കേട്ടിരുന്നാൽ മതി. ഇത് 15.3 എന്ത് ചെയ്യുക, ഈ പറയുന്ന സെക്ഷനാണ്. ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവിടുത്തെ നടത്തുന്ന വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു പോയി ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് നമ്മൾ പഠിച്ചു. ഇന്ന് പഠിച്ചതാണ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ആണ് 1989. ഇത് ആദ്യത്തേതാണ്. 15 സെക്ഷൻ വരെയുള്ള നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് 15 സെക്ഷൻ വരുന്നത് വരെ നമ്മൾ പഠിച്ചു. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി വരുന്ന സെക്ഷനോട് പഠിച്ച് എന്ത് ചെയ്യും, ഈ ടോപ്പിക് അങ്ങ് കവർ ചെയ്യും. അപ്പോൾ ആദ്യത്തെ 5 മാർക്കിൻ്റെ ടോപ്പിക് എന്ത് ചെയ്യും, ആ അടുത്ത വീഡിയോയിലോട്ട് കവർ ആകും. അപ്പോൾ നമുക്ക് 30 മാർക്കിൽ 5 മാർക്ക് എന്ത് ചെയ്തു, അടുത്ത വീഡിയോ കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ പാർട്ട് വീഡിയോ കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും. കാര്യം എളുപ്പമാണ്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്താൽ പഠിച്ചു വന്നാൽ മതി. ഈ സെക്ഷൻ ചിലപ്പോൾ ഓർമ്മ കാണണമെന്നില്ല, എന്ത് ചെയ്യും, വീണ്ടും ജസ്റ്റ് വായിച്ചു. കാര്യം 3 എണ്ണം വരുന്നുണ്ടല്ലേ. മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ കുറേ സെക്ഷൻ വരുന്നുണ്ട്, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ വരുന്നു, KMVR റൂൾ വരുന്നുണ്ട്, അതുപോലെ ഇപ്പോൾ ഏതും പറഞ്ഞു CMVR പറഞ്ഞു അല്ലേ. ഇത്രയും കാര്യങ്ങൾ എന്തുണ്ട്, പ്രത്യേകം ഒരേ സെക്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം എന്ത് ചെയ്യുക, ഒന്നൂറൊന്ന് വായിച്ചു വെച്ചിരിക്കുക, മനസ്സിലാക്കി പോകും. നമുക്ക് ടൈം ഉണ്ട്, 1.5 മാസം ഉണ്ട്. എന്ത് ചെയ്യുക, ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലായാലും പിന്നെ 2-3 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ മനസ്സിലായി വരും. കൂടെ പഠിച്ചു പോകാം കേട്ടോ. ബാക്കി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.